എന്തല്ല ഞാനിവിടെ ഓമശ്ശേരി പോയാ എന്തൊക്കെ വർത്താനൊക്കെ വീട്ടിലൊക്കെ ഉഷാറായിട്ട് പോകുന്നു. നമ്മുടെ സമൂഹ സക്കാപ്പിയുടെ വീഡിയോ ഇപ്പോ വൈറലാണ്. അത് നമുക്കൊന്ന് ട്രോൾ ചെയ്യാലോ. എല്ലായിടത്തും ട്രോളാണ്. നമ്മളെ ഒരു പാട്ട് വെച്ച പാട്ട് അത് ട്രോൾ ചെയ്യാലോ. അത് ഒരു മിനിറ്റ് അത് വെച്ചു ഞാൻ പറയട്ടെ. അത് പിന്നെ വളരെ നമ്മളൊരു മനുഷ്യനാ ഇല്ലായ്മ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അതായത് മൂപ്പരെ അത് കരുതിക്കൂട്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല. അത് ഞാൻ അറിഞ്ഞിടത്തോളം മൂപ്പര ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് മൂപ്പരെ സുഹൃത്തുക്കളെല്ലാം കൂടി വന്ന് മൂപ്പര അവിടെ ഒരു രാത്രി ഒരു ഫംഗ്ഷൻ വെച്ചപ്പോ അവിടെ ഒരു ബെയ്ത്ത് വെച്ചാണ്. അപ്പൊ അവരാ ബെയ്ത്തിന്റെ രീതി കൂടെ ആ സക്കാഫിന്റെ പേര് വെച്ചുകൊണ്ടൊരു പാട്ട് പാടി. അത് ആ സദസ്സിലുള്ള ആരോ ഒന്ന് വെറുതെ എടുത്തങ്ങ് പുറത്തേക്ക് വിട്ടു. അത് പിന്നെ അങ്ങനെ പോയി അത് വൈറലായി. അത് ഇപ്പൊ അനുഭവിക്കുന്നത് ഈ സമദ് സക്കാഫിന്റെ കുടുംബവും അദ്ദേഹം വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന ആ പെണ്ണിന്റെ കുടുംബമാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ടി വെച്ചാല് ഇവര് മനസ്സിൽ വിചാരിക്കാത്ത സംഗതികളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ഇപ്പൊ ഭയങ്കരമായ ട്രോളുകൾ നടന്നുകൊണ്ടിരിക്കുക. അത് പാടില്ല എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത് നമ്മൾ ചെയ്യണ്ട ചെയ്യരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഏതൊരു സുഹൃത്തിനെ നമ്മൾ വേദനിപ്പിക്കരുത്. ഏതൊരു സുഹൃത്തായാലും നമ്മൾ അറിയുന്നവരായാലും അറിയാത്തവരായാലും നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്. കാരണം അവരെ സന്തോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക. അവരെ വേദനിപ്പിക്കരുത്. ചിലപ്പോ പാട്ടിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവാം. അത് വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തരുതല്ലോ. ശരിയില്ലല്ലോ. അതങ്ങനല്ലേ. കാരണം അവരൊക്കെ അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബങ്ങളാണല്ലോ. അപ്പോ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് പറഞ്ഞതിൽ വളരെ സന്തോഷം. അതെ, പലരും മുതലെടുപ്പ് നടത്തുന്നുണ്ട്, പലരും ട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ട്രോൾ ചെയ്യാൻ പാടില്ല. ഞാനും കണ്ടു. അത് കുറെ ഇതിൽ ഇങ്ങനെ കണ്ടു. ഈ ഫേസ്ബുക്കില്, വാട്സാപ്പില്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുക. അറേബ്യൻ രാജ്യങ്ങളിൽ വരെ ആളുകൾ ഇപ്പോ അത് വെച്ച് ട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ പാട്ടുകാരായ ആളുകള്, പാട്ട് പാടുന്ന സെലിബ്രിറ്റികളൊക്കെ അത് വെച്ച് ട്രോൾ ചെയ്യുന്നുണ്ട്. വളരെ മോശമായി പോയി. നമ്മളെ നേർക്ക് പോയി വന്നു നോക്കണം അങ്ങനെ സംഭവം. ഇനി എന്റെ മകളെ വിവാഹമാണ് നടക്കാൻ പോണെന്ന് വെച്ചാല് ആ മകളെ വിവാഹത്തിന് വേണ്ടി ഞാൻ കുറച്ച് കൂട്ടുകാരെ വെച്ച് ഇങ്ങനെ ചെയ്യിപ്പിച്ചൊരു പാട്ട് പാടി അതിങ്ങനെ മോശമായ രീതിയിൽ വൈറലാകുമ്പോ അത് എനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും, എന്റെ മകൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും, നമ്മൾ ചിന്തിക്കണ്ടേ. വേറെ എന്ത് വർത്താനൊക്കെ? വേറെ ഉഷാറായിട്ട് പോകുന്നു. ഉഷാറായിട്ട് പോകുന്നു. ജോലിയൊക്കെ അങ്ങനെ ഉഷാറായിട്ട് പോകുന്നില്ലേ? ഞാനിങ്ങനെ എപ്പോഴും വിളിക്കണം എന്ന് വിചാരിക്കും. കണ്ടപ്പോ ഓക്കെ ശരി. ഓക്കെ.